നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ ജയം റഫറി തട്ടിപ്പറിച്ചു എന്ന് പറയുന്നതാവും ശരി. 2-2 സമനിലയാണ് വലൻസിയയുമായിട്ട് ഇന്നലെ റയൽ മാഡ്രിഡ് പിരിഞ്ഞത്. 2-2 സമനില എന്ന് പറയുമ്പോൾ വിനി ജൂനിയറുടെ ഇരട്ട ഗോളുകൾ, വലൻസിയയ്ക്ക് വേണ്ടി ഹ്യൂഗോ ഡ്യൂറയും എഡൻചുക്കുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൻ്റെ അവസാനത്തിലാണ് എല്ലാ ഡ്രാമയും കൂടി സംഭവിച്ചത്. കളിയുടെ 27ാമത്തെ മിനിറ്റിൽ ഹ്യൂഗോ ഡ്യൂറയുടെ ഗോൾ, 30ാമത്തെ മിനിറ്റിൽ എഡൻചുക്കിൻ്റെ ഗോൾ. ഇടവേള അടുക്കുമ്പോൾ 2-0 വലൻസിയ മുന്നിലാണ്. പക്ഷേ വിനി ജൂനിയറുടെ ഗോൾ കൂടി വന്നതോടെ 2-1 സ്കോർ ലൈൻ മാറുന്നു. 76ാമത്തെ മിനിറ്റിൽ വിനിയുടെ 2ാമത്തെ ഗോൾ. അങ്ങനെ സ്കോർ ലൈൻ 2-2. കളിയുടെ അവസാന നിമിഷങ്ങൾ, ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷങ്ങൾ, ബ്രാഹിമിൻ്റെ ക്രോസ് വരുന്നു. അത് ജൂഡ് ബെല്ലിംഗാം ഹെഡ് ചെയ്യാൻ വേണ്ടി ചാടി വരുന്ന ഘട്ടം. ആ ബോൾ എയറിൽ നിൽക്കുമ്പോഴാണ് റഫറി ഫൈനൽ വിസിൽ മുഴക്കുന്നത്. ബോൾ വന്നു, ഹെഡ് ചെയ്തു, പന്ത് വലയിൽ. ആകെ പ്രശ്നം. സാധാരണഗതിയിൽ റഫറിമാർ ഇങ്ങനെ ഒരു ടീം അറ്റാക്കിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഫൈനൽ വിസിൽ മുഴക്കാറില്ല. ശരിയാണ്, 7 മിനിറ്റിൻ്റെ അഡീഷണൽ ടൈമേ കൊടുത്തുള്ളായിരുന്നു. പക്ഷേ 8 മിനിറ്റും കടന്ന് മുന്നോട്ട് പോയിരുന്നു കളി. അതിന് കാരണവുമുണ്ട്. ഇല്ലാത്ത പെനാൽറ്റി റഫറി വിധിക്കുകയും അതിന് വാർ ചെക്ക് നടത്തുകയും 2 മിനിറ്റിലധികം സമയം അവിടെ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അഡീഷണൽ സമയം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഇനി അതല്ല, വിസിൽ മുഴക്കണമെങ്കിൽ ബോള് എയറിൽ നിൽക്കുന്ന ഘട്ടത്തിലല്ല, ആ ഒരു ക്രോസ് കൊടുക്കുന്ന ഘട്ടത്തിലല്ല, അതിന് മുമ്പേ വിളിക്കണമായിരുന്നു. ഒരിക്കലും നമ്മൾ ഫുട്ബോൾ കളത്തിൽ ഇങ്ങനെ ഒരു കളി അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ റഫറി ആ ഗോൾ അനുവദിച്ചില്ല. അതിന് തൊട്ട് മുമ്പ്, അതിന് 2 സെക്കൻഡ് മുമ്പ് റഫറി ഫൈനൽ വിസിൽ മുഴക്കിയിരുന്നു. സംഗതി പിന്നെ സ്വാഭാവികമായിട്ടും റയൽ മാഡ്രിഡിന്റെ താരങ്ങൾ ആർഗ്യൂ ചെയ്യുന്നു. അതിൽ തന്നോട് അഗ്രസീവായിട്ട് തൻ്റെ നേരെ വന്നു ബെല്ലിംഗാം എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലിംഗാമിന് ഇപ്പോൾ റെഡ് കാർഡും കൊടുത്തിട്ടുണ്ട്. റഫറി 2 മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുന്ന തരത്തിൽ വാർത്തകളും വരുന്നു. ഏതായാലും റഫറി കളിച്ചു, റയൽ മാഡ്രിഡ് വിജയിച്ചില്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് സംഭവങ്ങൾ അവസാനിച്ചത്. മത്സരം സമനിലയായതോടെ 27 കളികളിൽ നിന്ന് 66 പോയിന്റ് ആയിട്ടുണ്ട് റയൽ മാഡ്രിഡിന്. അവർ 1ാം സ്ഥാനത്തിന് തുടരുകയാണ്. 26 കളിയിൽ നിന്ന് 59 പോയിന്റുമായിട്ട് ജിറോണ 2ാമതും, 26 കളിയിൽ നിന്ന് 57 പോയിന്റുമായിട്ട് ബാഴ്സലോണ 3ാമതുമാണ് ഇപ്പോൾ ലാ ലീഗയിലുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.